Dear students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാരഡേസ് ലോനെ കുറിച്ചാണ്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ ഇലക്ട്രോളിസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഉണ്ട്. അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് എലമെന്റ്സ്, എത്ര എമൗണ്ട് പ്രൊഡക്റ്റുകൾ നമുക്ക് ഇലക്ട്രോളിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഫാരഡേസ് ലോ. ഈ ഫാരഡേസ് ലോനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ലോ വെച്ചിട്ടാണ് ഫാരഡേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബേസിൽ ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റ് ഉണ്ട്. ഇത്രയും കൺസെപ്റ്റുകൾ നമ്മളൊരു എൻട്രൻസ് എക്സാം ലെവലിൽ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിന്റെ മെയിൻ പോയിന്റ്സിലോട്ട് നമുക്കൊന്ന് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. നമുക്ക് രണ്ട് ലോ ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോ വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ലോ പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ കറണ്ട് കൊടുക്കുമ്പോഴാണല്ലോ സബ്സ്റ്റൻസുകൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്ത് പോവാം. അപ്പൊ നമ്മൾ കൂടുതൽ കറണ്ട് കൊടുത്താലോ, കൂടുതൽ കറണ്ട് കൊടുത്താൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യും. അതുകൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന എമൗണ്ട്, ഞാൻ അതിനെ W എന്ന് വിളിക്കുകയാണ്. ദാറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്മൾ കൊടുത്ത ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. അതിനെ ഞാൻ Q എന്ന് വിളിക്കും. W പ്രൊപ്പോർഷണൽ ടു Q. ഓക്കെ, W പ്രൊപ്പോർഷണൽ ടു Q ആണെങ്കിൽ W ഈക്വൽ ടു എന്ത് വേണം? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വേണം. അതിനെ ഞാൻ Z എന്ന് വിളിക്കും. Z ഇൻറ്റു Q. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ആയി W ഈക്വൽ ടു Z ഇൻറ്റു Q. നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ എന്താണ് W? W എന്നൊന്നുമല്ല, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ഡിസ്പ്ലേസ്ഡ് ആണ്. അപ്പൊ ഇത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ഡിസ്പ്ലേസ്ഡ്. ശ്രദ്ധിക്കണം, ഇതിന്റെ യൂണിറ്റ് ഗ്രാം ആണ്. നമുക്ക് മാസ് പറയാൻ SI യൂണിറ്റ് ആയ കിലോഗ്രാം ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗ്രാം ആണ്. കാരണം നമ്മുടെ മോളാർ മാസിലോട്ടൊക്കെ കണക്ട് ചെയ്യാൻ നമ്മൾ ഗ്രാം ആണ് ഉപയോഗിക്കുക. ഇതിലെന്താണ് Q? Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതിനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് വിളിക്കാം? ചാർജ് എന്ന് വിളിക്കാം. ചാർജിന്റെ യൂണിറ്റ് അറിയാലോ, ദാറ്റ് ഈസ് കുളം. ചാർജ് ഇൻ കുളം. Z എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാത്രമാണ്. അതിന്റെ പേര് ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ് എന്നാണ്. ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ്. ഓക്കെ, അപ്പൊ W ഈക്വൽ ടു Z ഇൻറ്റു Q. ഈ ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ സെക്ഷനിൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് പഠിക്കാൻ പോകും. നമുക്കിപ്പോ ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ് എന്നൊരു കോൺസ്റ്റന്റ് എന്ന് മാത്രം മനസ്സിലാക്കുക. അതെന്താണ് എന്ന് നമുക്ക് വിശദമായിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. ഇതാണ് ഫാരഡന്റെ ഫസ്റ്റ് ലോ. നമുക്ക് സെക്കൻഡ് ലോ ചെക്ക് ചെയ്യാം. സെക്കൻഡ് ലോ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് സെക്കൻഡ് ലോയിലാണ്. എന്താണ് സെക്കൻഡ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാല് വെരി സിമ്പിൾ. അപ്പൊ നോക്കൂ, ഒരു സൊല്യൂഷൻ, അതിലുള്ളത് സിങ്ക് റോഡാണ് സങ്കല്പിക്കുന്നത്. അടുത്തൊരു സൊല്യൂഷൻ, അതിലുള്ളത് ഒരു കോപ്പർ റോഡാണ് സങ്കല്പിക്കുന്നത്. റെഡി? നമ്മൾ ഇതിലോട്ട് കൊടുത്ത ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയും ഇതിലോട്ട് കൊടുത്ത ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയും സെയിം ആണ്. രണ്ട് വ്യത്യസ്ത സൊല്യൂഷൻ ആണ്, വ്യത്യസ്ത സ്പീഷീസ് ആണ്. പക്ഷെ നമ്മൾ കൊടുത്ത ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി സെയിം ആണ്. നമ്മൾ ഫസ്റ്റ് ലോ എന്താ പറഞ്ഞത്? ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ട് അതിന്റെ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ അല്ലേ? ഈ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി Q കാണാനേ IT എന്നൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. Q ഈക്വൽ ടു IT. I ഓർമ്മ ഉണ്ടാവും. അത് കറണ്ട് ഇന്റൻസിറ്റി ആണ് ഇൻ ആംബിയർ. T എന്താണ് ഓർമ്മ ഉണ്ടാവും? ടൈം ആണ് ഇൻ സെക്കൻഡ്. അങ്ങനെ നമുക്ക് ഇക്വേഷൻ പറയാം. W ഈക്വൽ ടു ZIT എന്നൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ലോന്റെ അഡീഷണൽ പോയിന്റുകളാണ്. അപ്പൊ ഇവർ എന്താ പറഞ്ഞത്? സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കൂടുമ്പോൾ
ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ട് കൂടുന്നതാണ് ആണല്ലോ. എന്നാൽ നമ്മൾ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കൊടുത്താൽ അത് വ്യത്യസ്ത ആളുകളാണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ട് സെയിം ആവണമെന്നില്ല. ആ എമൗണ്ട് അവരുടെ ഈക്വലന്റ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ എമൗണ്ട് അവരുടെ ഈക്വലന്റ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈക്വലന്റ് മാസ് എന്താണ് എന്ന് ഇതിന് മുമ്പുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഒന്ന് പറയാം. ഇ എന്ന് പറഞ്ഞാൽ ഈക്വലന്റ് മാസ് ആണ്. അതെങ്ങനെ കാണാം? മോളാർ മാസ് ബൈ വാലൻസി എന്ന് പഠിച്ചാൽ മതി. മോളാർ മാസ് നമ്മൾ സിംപിളി എം എന്ന് എഴുതിയാൽ വാലൻസി നമുക്ക് എക്സ് ഒന്നും കൊടുക്കാം റെപ്രസെന്റേഷൻ ആയിട്ട്. അപ്പൊ ഈക്വലന്റ് മാസ് ഈക്വൽ ടു മോളാർ മാസ് ബൈ വാലൻസി, മോളാർ മാസ് ബൈ എക്സ് എന്നൊരു ഇക്വേഷൻ പഠിക്കാം. അപ്പൊ മനസ്സിലാക്കണം, രണ്ട് വ്യത്യസ്ത സബ്സ്റ്റൻസ് ആണ്, രണ്ടാൾക്കും കൊടുത്ത കറണ്ട് സെയിം ആണ്, പക്ഷെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ട് ഡിഫറെന്റ് ആയിരിക്കും. ആ എമൗണ്ട് അവരുടെ ഈക്വലന്റ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുന്ന എമൗണ്ട് അതിന്റെ ഈക്വലന്റ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ബി എന്ന സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഇത് ഡിസ്പ്ലേസ്ഡ് ഉപയോഗിക്കട്ടോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അതിന്റെ ഈക്വലന്റ് മാസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഡബ്ല്യു എ ബൈ ഡബ്ല്യു ബി ചെയ്യാണ്. രണ്ടിലും പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആവും, അത് വെട്ടിപ്പോവും. നമുക്ക് ഈക്വലന്റ് മാസ് ഓഫ് എ ബൈ ഈക്വലന്റ് മാസ് ഓഫ് ബി എന്ന് കിട്ടും. ഡബ്ല്യു എ ബൈ ഡബ്ല്യു ബി is equal to ഈക്വലന്റ് മാസ് ഓഫ് എ ബൈ ഈക്വലന്റ് മാസ് ഓഫ് ബി. ഇതാണ് സെക്കൻഡ് ലോ. ഇതിന് ഞാനൊന്ന് അറേഞ്ച് ചെയ്യണ്ടേ. ഇ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഡബ്ല്യു ബി അങ്ങോട്ട് കൊണ്ടുപോയാലേ ഡബ്ല്യു എ ബൈ ഇ എ ഈക്വൽ ടു ഡബ്ല്യു ബി ബൈ ഇ ബി. എന്താണ് ഡബ്ല്യു ബൈ ഇ എന്നറിയോ? ഒരാളുടെ ഗിവൺ മാസിനെ അതിന്റെ ഈക്വലന്റ് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതാണ് നമ്പർ ഓഫ് ഈക്വലൻസ്, ഈക്വലൻസിന്റെ എണ്ണം. എങ്ങനെയത് കാണും? ഗിവൺ മാസ് ബൈ ഈക്വലന്റ് മാസ്. നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് മോൾ എങ്ങനെ കാണുക? ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ്. അതുപോലെ ഗിവൺ മാസ് ബൈ ഈക്വലന്റ് മാസിനെ വിളിക്കുന്ന പേരാണ് നമ്പർ ഓഫ് ഈക്വലൻസ്. അപ്പോ ഡബ്ല്യു എ ബൈ ഇ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഈക്വലൻസ് ഓഫ് എ അല്ലേ? ഡബ്ല്യു ബി ബൈ ഇ ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഈക്വലൻസ് ഓഫ് ബി അല്ലേ? എന്താ അർത്ഥം? രണ്ട് വ്യത്യസ്ത സബ്സ്റ്റൻസിലോട്ട് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ ഡെപ്പോസിറ്റ് ചെയ്ത ഡിസ്പ്ലേസ് ചെയ്ത ആളുകളുടെ നമ്പർ ഓഫ് ഈക്വലൻസ് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. അവരുടെ നമ്പർ ഓഫ് ഈക്വലൻസ് സെയിം ആയിരിക്കും. ഇതാണ് സെക്കൻഡ് ലോ. അപ്പൊ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? രണ്ട് വ്യത്യസ്ത സബ്സ്റ്റൻസിലോട്ട് നമ്മൾ കൊടുത്ത ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്താവണം? സെയിം ആവണം. ഇതാണ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും. ലോ പഠിക്കുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ പഠിക്കാനുള്ളൂ. എന്നാൽ ഇതിന്റെ ബേസിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയമാണ് ഫാരഡേസ് കോൺസ്റ്റന്റ്. ഫാരഡേസ് കോൺസ്റ്റന്റിനെ എഫ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഫാരഡേസ് കോൺസ്റ്റന്റ് റെപ്രസെന്റഡ് ആസ് എസ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലോ പഠിച്ചു, സെക്കൻഡ് ലോ പഠിച്ചു. സെക്കൻഡ് ലോന്റെ ബേസിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയ വേറെ സ്റ്റേറ്റ്മെന്റിനോട് ഇവിടെ പറയുന്നുണ്ട്. നോക്കൂ, നമ്പർ ഓഫ് ഈക്വലൻസ് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് ഈക്വലൻസ് ഓഫ് ബി. രണ്ട് വ്യത്യസ്ത സബ്സ്റ്റൻസിലോട്ട് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ ഡെപ്പോസിറ്റ് ചെയ്ത ഡിസ്പ്ലേസ് ചെയ്ത ആളുകളുടെ നമ്പർ ഓഫ് ഈക്വലൻസ് സെയിം ആയിരിക്കും. വെരി ഇമ്പോർട്ടന്റ്. അവരുടെ നമ്പർ ഓഫ് ഈക്വലൻസ് സെയിം ആയിരിക്കും. ഇതാണ് സെക്കൻഡ് ലോ. ഇനി നമുക്ക് ഫാരഡേസ് ലോ നോക്കാം. ഫാരഡേസ് കോൺസ്റ്റന്റ് എന്താണ്? ഫാരഡേസ് കോൺസ്റ്റന്റ് എത്രേ ഉള്ളൂ. ഇതിന്റെ വാല്യൂ ഒക്കെ പല കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവും. ഞാൻ അതിലോട്ടൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇത് ചാർജ് ആണ്. എന്തിന്റെ ചാർജ് എന്നറിയോ? ചാർജ് ഓഫ് 1 മോൾ ഇലക്ട്രോൺ. 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജിനെ വിളിക്കുന്ന പേരാണ് ഫാരഡേസ് കോൺസ്റ്റന്റ്. ഇതാണ് ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദ ചാർജ് ഓഫ് 1 മോൾ ഇലക്ട്രോൺ. നമുക്ക് ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ അറിയാം. 1.6 into 10 raised to minus 19 കൂളം. ഓക്കെ, റൗണ്ട് ചെയ്ത വാല്യൂ ആണ്. നമുക്ക് എങ്ങനെ ചാർജ് ഓഫ് 1 മോൾ ഇലക്ട്രോൺ കാണാൻ പറ്റും? ഈ ഒരു ഇലക്ട്രോണിന്റെ ചാർജിനെ
അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 1.6 into 10⁻⁻⁹ ഒരാളെ ചാർജ് ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ചെയ്താൽ അത് ഒരു മോളിന്റെ ചാർജായി. ബൈ കാൽക്കുലേഷൻ നമുക്ക് എന്ത് കിട്ടുന്ന അറിയോ? 96487 കൂളം എന്നാണ് കിട്ടുക. 96487 കൂളം. ഇതിനൊന്ന് റൗണ്ട് ചെയ്തിട്ട് 96500 കൂളം എന്ന് പറയാൻ പറ്റും. ഇതാണ് ഫാരഡേസ് കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് ചാർജ് ഓഫ് 1 mole ഇലക്ട്രോൺ. കറക്റ്റ് വാല്യൂ എന്താണ്? അത് 96487 കൂളം ആണെങ്കിൽ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് 96500 കൂളം എന്ന് പറയാൻ പറ്റും. ദിസ് ഈസ് ഫാരഡേസ് കോൺസ്റ്റന്റ്. അപ്പൊ എന്താണ് ഫാരഡേസ് കോൺസ്റ്റന്റ്? അത് 1 mole ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. എടാ, 1 mole ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ അതിന് വേറെ അർത്ഥം കൂടി ഉണ്ട്. എന്താ അർത്ഥം? ഈ ചാർജ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ? അതായത് 1 mole ഇലക്ട്രോണിനെ റിയാക്ഷനിൽ പങ്കെടുപ്പിക്കാൻ, 1 mole ഇലക്ട്രോണിനെ ഒരു സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ, അത് ലോസോ ഗെയിനോ എന്തോ ആവട്ടെ, എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി വേണോ അത് ഈ ഫാരഡേസ് കോൺസ്റ്റന്റ് ആവണ്ടേ? കാരണം 96500 കൂളമാണ് 1 mole ഇലക്ട്രോണിന്റെ ചാർജ്. അപ്പൊ അത്രയും ചാർജ് കൊടുത്താലേ അതിന് റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. എന്തിനുള്ള ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി? ടു ട്രാൻസ്ഫർ 1 mole ഇലക്ട്രോൺ. 1 mole ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യാൻ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി വേണോ അതിന്റെ പേരാണ് ഫാരഡേസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ 1 mole ഇലക്ട്രോണെ ട്രാൻസ്ഫർ ചെയ്യാൻ എത്ര കറണ്ട് വേണം? അത് 96500 ആണ്. ഈ 96500 കൂളമിനെ നമ്മൾ 1 ഫാരഡേ എന്ന് വിളിക്കും. ഇറ്റ് ഈസ് സിംപ്ലി 1 ഫാരഡേ. 96500 കൂളം ഈക്വൽ ടു 1 ഫാരഡേ. കിട്ടിയല്ലോ? ദിസ് ഈസ് ഫാരഡേസ് കോൺസ്റ്റന്റ്. നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷൻ നോക്കാം. നോക്കൂ, Ag plus 1 electron become Ag. അവിടെ ചോദിക്കാണ് 1 mole Ag ഡെപ്പോസിറ്റ് ചെയ്യാൻ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി വേണം? ഓക്കെ, അപ്പോൾ മനസ്സിലാക്കണം, ഇത് 1 mole കിട്ടണമെങ്കിൽ 1 mole ഇലക്ട്രോൺ അല്ലേ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിന് 1 ഫാരഡേ ഇലക്ട്രിസിറ്റി വേണം. വെരി സിമ്പിൾ. അടുത്ത് നോക്കൂ, Cu2 plus 2 electron become Cu. നിങ്ങൾ പറ, 1 mole Cu കിട്ടാൻ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി വേണം? 2 ഫാരഡേ വേണം. Al3 plus 3 electron become Al. 1 mole അലൂമിനിയം കിട്ടാൻ എത്ര ഇലക്ട്രിസിറ്റി വേണം? 3 ഫാരഡേ വേണം. ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി വേണമെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസർ നമുക്ക് ഫാരഡേ വെച്ച് പറയാൻ പറ്റും. അപ്പൊ ഫാരഡേസ് കോൺസ്റ്റന്റിന് ഞാൻ 2 ഡെഫിനിഷൻ പറഞ്ഞു. ഒന്ന്, ഇറ്റ് ഈസ് ചാർജ് ഓഫ് 1 mole ഇലക്ട്രോൺ. അടുത്ത, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ടു ട്രാൻസ്ഫർ 1 mole ഇലക്ട്രോൺ. എന്നാൽ ഞാനതിന് മൂന്നാമതൊരു ഡെഫിനിഷൻ പറയാൻ പോവാണ്. നമ്മളിപ്പോ പറഞ്ഞ വിഷയം തന്നെ ചെറിയൊരു മാറ്റം വരുത്താണ്. ഇവിടെ 3 റിയാക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ 3 റിയാക്ഷനിലോട്ടും ഞാൻ കൊടുത്ത ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി 1 ഫാരഡേ ആണ്. 3 റിയാക്ഷൻ ആണ്, പക്ഷെ 3ആക്കും കൊടുത്ത ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി 1 ഫാരഡേ ആണ്. എന്റെ ക്വസ്റ്റ്യൻ, എത്ര മോൾസ് മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യും, എത്ര ഈക്വലൻസ് മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യും? ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോളും നമ്പർ ഓഫ് ഈക്വലൻസും തമ്മിലുള്ള ഒരു ബന്ധം കൂടി നമുക്ക് വേണം. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചതാണ്, നമ്പർ ഓഫ് ഈക്വലൻസ് എന്നാൽ ഗിവൺ മാസ് ബൈ ഈക്വലൻ മാസ്. ഗിവൺ മാസ് ബൈ ഈക്വലൻ മാസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മോളാർ മാസ് ബൈ എക്സ് കൊടുത്തൂടെ? മോളാർ മാസ് ബൈ എക്സ്. ആ എക്സ് നേരെ മുകൾക്ക് വരുമല്ലോ. അപ്പോൾ നമ്പർ ഓഫ് ഈക്വലൻസ് കാണാനുള്ള ഇക്വേഷൻ ഉണ്ടാവും W/m ഇൻറ്റു എക്സ്. ഈ W/m അല്ലേ നമ്പർ ഓഫ് മോൾ. സോ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് നമ്പർ ഓഫ് ഈക്വലൻസ് ഈക്വൽ ടു
നമ്പർ ഓഫ് മോൾ ഇൻറ്റു വാലൻസി. നമ്പർ ഓഫ് ഈക്വലൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾ ഇൻറ്റു വാലൻസി ആണ്. ഇനി നോക്കാം. 1 മോൾ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യാൻ 1 ഫാരഡ് അല്ലേ വേണ്ടത്? നമ്മൾ കൊടുത്തത് 1 ഫാരഡ് അല്ലേ? സോ ഇതിന്റെ നമ്പർ ഓഫ് മോള് 1 ആയിരിക്കും. നമുക്ക് നമ്പർ ഓഫ് ഈക്വലൻസ് നോക്കാം. എങ്ങനെ നമ്പർ ഓഫ് ഈക്വലൻസ് കാണും? നമ്പർ ഓഫ് മോള് 1 ആണ് ഇൻറ്റു വാലൻസി. നോക്കൂ, എ ജിയുടെ വാലൻസി 1 അല്ലേ? ഒരു പ്ലസ് അല്ലേ ഉള്ളൂ. സോ നമ്പർ ഓഫ് ഈക്വലൻസ് 1 ആണ്. അടുത്ത നമുക്ക് നോക്കാം. നോക്കടാ, 2 മോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്താലല്ലേ 1 മോള് കോപ്പർ കിട്ടുള്ളൂ. അതിന് 2 ഫാരഡ് കറണ്ട് വേണ്ടേ? നിങ്ങൾ 1 ഫാരഡ് കറണ്ടാ കൊടുത്തത്. 1 ഫാരഡ് കറണ്ട് കൊടുത്താൽ പറ 1 മോള് കോപ്പർ കിട്ടോ? ഇല്ല. നമ്പർ ഓഫ് മോൾസ് വിൽ ബി ഹാഫ്. അപ്പൊ നമ്പർ ഓഫ് ഈക്വലൻസ് എന്തായിരിക്കും? ഹാഫ് അല്ലേ നമ്പർ ഓഫ് മോൾ ഇൻറ്റു വാലൻസി 2 അല്ലേ? ദാറ്റ് വിൽ ബി 1. അടുത്തത്, 3 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ 3 ഫാരഡ് വേണം. പക്ഷെ 1 ഫാരഡേ കൊടുത്തിട്ടുള്ളൂ. സോ 1 മോൾ അലുമിനിയം കിട്ടൂലല്ലോ. 1/3 മോൾ അലുമിനിയമേ കിട്ടൂ. നമ്പർ ഓഫ് ഈക്വലൻസ് കാണാം. എങ്ങനെ? 1/3 ഇൻറ്റു 3 ദാറ്റ്സ് ഈക്വൽ ടു 1. ഇവിടുന്ന് നിങ്ങൾക്ക് 1 ഫാരഡേക്ക് ഫാരഡേസ് കോൺസ്റ്റന്റിന് പുതിയൊരു ഡെഫിനിഷൻ കിട്ടിയോ? യെസ്. എന്താണത്? നിങ്ങൾ ഏത് സബ്സ്റ്റൻസ് ആയിക്കോട്ടെ 1 ഫാരഡ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ 1 equivalent will be deposited or displaced. Appo it is the quantity of electricity to deposit or displace 1 equivalent substance എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ. ഇപ്പൊ നമ്മൾ ഫാരഡേസ് കോൺസ്റ്റന്റ് എന്നാണ് പഠിച്ചു. ഇതുവരെ നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത് മാസിന്റെ ബേസിലാണ് അല്ലെ? എന്നാൽ വോളിയത്തിന്റെ ബേസിലും ക്വസ്റ്റ്യൻ വരാം. അത് ഞാനൊരു പുതിയൊരു ടേം പരിചയപ്പെടുത്താണ്. ഈക്വലന്റ് വോളിയം. അതിനെ ഞാൻ EV എന്ന് റെപ്രസെന്റ് ചെയ്യും. എന്തായിരിക്കും ഈക്വലന്റ് വോളിയം? ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് 1 ഈക്വലന്റ് സബ്സ്റ്റൻസ്. പക്ഷെ വോളിയം ആയതുകൊണ്ട് പൊതുവെ അത് ഗ്യാസുകൾക്കാണ് പറയാം. അപ്പൊ ഒരു ഈക്വലന്റിന്റെ മാസാണ് ഈക്വലൻ മാസ് പറഞ്ഞ പോലെ ഒരു ഈക്വലന്റിന്റെ വോളിയമാണ് ഈക്വലൻ വോളിയം. നമ്മൾ ഈക്വലൻ മാസ് എങ്ങനെ കാണുക? മോളാർ മാസ് ബൈ വാലൻസി അല്ലേ? അപ്പൊ ഈക്വലന്റ് വോളിയം എങ്ങനെ കാണും? മോളാർ വോളിയം ബൈ വാലൻസി. ഓക്കെ, അപ്പൊ ഈക്വലൻ വോളിയം ഈക്വൽ ടു മോളാർ വോളിയം ബൈ വാലൻസി എന്ന് കിട്ടി. നമുക്ക് STP എന്ന കണ്ടീഷൻ ഓർമ്മയുണ്ട്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. ഇതിന് NTP എന്നും പറയാം. അത് രണ്ടും മാത്തമെറ്റിക്കലി ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. ഈ സമയത്ത് മോളാർ വോളിയം എന്ന് പറഞ്ഞാല് 22.4 ലിറ്റർ ആണ്. ഓർമ്മയുണ്ടല്ലോ? 20.4 ലിറ്റർ. 20.7 ഒക്കെ വരുന്നുണ്ട്. ജനറലി നമ്മൾ 20.4 ആണ് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ഈക്വലന്റ് വോളിയം ഈക്വൽ ടു 22.4 ബൈ അതിന്റെ വാലൻസി. വാലൻസി നമുക്ക് X കൊടുക്കാം, ലിറ്റർ ആയി. ഇതിന്റെ ബേസിൽ നമുക്ക് നമ്പർ ഓഫ് ഈക്വലൻസ് കാണാൻ പറ്റും. നമ്മൾ ഗിവൺ മാസ് ബൈ ഈക്വലൻ മാസ് ചെയ്തില്ലേ? അതുപോലെ ഗിവൺ വോളിയം ബൈ ഈക്വലന്റ് വോളിയം. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് അതിന്റെ കൂടെ പറയാം. നമ്പർ ഓഫ് ഈക്വലൻസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ ഈക്വലൻ മാസ് പറഞ്ഞ പോലെ ഗിവൺ വോളിയം ബൈ ഈക്വലൻ വോളിയം എന്നും പറയാൻ പറ്റും. ഇപ്പൊ നമുക്ക് അടുത്തൊരു ഇക്വേഷൻ ആയി. ഈക്വലൻ വോളിയം എന്താണ് എന്ന് പറഞ്ഞു. ഇനി ഞാൻ എക്സാം കൂടി പറയാണ്. H2വിന്റെ ഈക്വലന്റ് വോളിയം കാണണം. ഇന്നത്തെ ക്വസ്റ്റ്യനിലൊക്കെ STP ആണ് ചോദിക്കുക. എത്രയാ മോളാർ വോളിയം? 22.4 ബൈ വാലൻസ് എത്ര? ഹൈഡ്രജൻ ആറ്റത്തിന്റെ വാലൻസി 1 അല്ലേ? പക്ഷെ ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അത് H2 ആണ്. അതിന്റെ വാലൻസി 2 ആണ്. ദാറ്റ് ഈസ് 11.2 ലിറ്റർ. എപ്പോഴും കുട്ടികൾക്ക് മിസ്റ്റേക്ക് ആണ്, ശ്രദ്ധിക്കണം. 20.4 ബൈ 1 അല്ല, കാരണം ഹൈഡ്രജൻ ആറ്റത്തിന്റെ വാലൻസിയാണ് 1. ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുമ്പോൾ അത് 2 ആണ്. അതുപോലെ നമുക്ക് ഓക്സിജൻ പറയാം. O2 ഈക്വലൻ വോളിയം കാണണം. 22.4 ബൈ ഓക്സിജൻ ആറ്റത്തിന്റെ വാലൻസി 2 ആണ്. ഓക്സിജൻ ഗ്യാസ് എന്ന് പറയുമ്പോൾ O2 ആണ്, വാലൻസി 4 ആണ്. ദാറ്റ് വിൽ ബി 5.6 ലിറ്റർ. ഇങ്ങനെയാണ് ഈക്വലന്റ് വോളിയം കാണുന്നത്. ഓക്കെ,
നമ്മള് ഫസ്റ്റ് ലോ പറഞ്ഞപ്പോ ഒരു സെഡിനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? സെഡ്. ആ സെഡിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒന്ന് ആദ്യം ഞാൻ നോക്കാൻ പോകുന്നത് സെഡിന്റെ ഡെഫിനിഷൻ ആണ്. W ഈക്വൽ ടു സെഡ് ഇൻറ്റു ക്യൂ, അതായത് സെഡ് ഐ ടി എന്നല്ലേ നമ്മൾ പറയാം. നോക്കൂ, നമ്മൾ പാസ് ചെയ്ത ഇന്റൻസിറ്റി ഓഫ് കറണ്ട് 1 ആംബിയർ ആണ് സങ്കല്പിക്കുക. ടൈം 1 സെക്കൻഡ് ആണ് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ 1 കൂളമായിരിക്കും. സോ W ഈക്വൽ ടു സെഡ്. റെഡി? അപ്പൊ എന്താണ് സെഡ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് deposited or displaced by passing 1 ampere current for 1 second, അല്ലെങ്കിൽ by passing 1 coulomb electricity. ഡെഫിനിഷൻ സിമ്പിൾ അല്ലേ? നമുക്ക് ഇതിന്റെ യൂണിറ്റ് നോക്കാം. W ഈക്വൽ ടു സെഡ് ഇൻറ്റു ക്യൂ എന്നതിൽ സെഡ് എങ്ങനെ കാണും? W ബൈ ക്യൂ. ഡബ്ല്യുവിന്റെ യൂണിറ്റ് ഗ്രാം, നേരത്തെ നമ്മൾ പറഞ്ഞാണ്. ക്യൂവിന്റെ യൂണിറ്റ് കുളം. സോ ഗ്രാം പെർ കൂളം എന്ന യൂണിറ്റ് വരും. ഇനിയാണ് ഈ സെഡ് കാണാനുള്ള സ്പെഷ്യൽ ഇക്വേഷൻ. നോക്കൂ, നിങ്ങൾ കൊടുത്ത ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി 96500 കൂളമാണ് സങ്കല്പിക്കുക. അത് 1 ഫാരഡ് അല്ലേ? 1 ഫാരഡ് ആണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 1 ഈക്വലന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്ത മാസ് എന്തായിരിക്കും? ഈക്വലന്റ് മാസ് ആയിരിക്കും. എന്താ കാരണം? 1 ഫാരഡ് കൊടുത്താൽ 1 ഈക്വലന്റ് വിൽ ബി ഡെപ്പോസിറ്റഡ് ആണെങ്കിൽ ആ 1 ഈക്വലന്റ് മാസ് അല്ലേ ഈക്വലന്റ് മാസ്? W ഈക്വൽ ടു ഇ. അപ്പൊ ക്യൂ കാണാനുള്ള ഇക്വേഷൻ ആയി W ഈക്വൽ ടു ഇ ആയി. ഇനി ഞാൻ W ഈക്വൽ ടു സെഡ് ഇൻറ്റു ക്യൂല് അപ്ലൈ ചെയ്യാം. എങ്ങനെ? ഇ ഈക്വൽ ടു സെഡ് ഇൻറ്റു 96500. സോ വാട്ട് വിൽ ബി സെഡ്? E by 96500. അപ്പൊ ഒരു സബ്സ്റ്റൻസിന്റെ ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? അതിന്റെ ഈക്വലന്റ് മാസിനെ ബൈ 96500 ചെയ്താൽ മതി. വെരി സിമ്പിൾ. ക്ലിയർ അല്ലേ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻസ് ആണ്. ഈ ഒരു വാല്യൂ കിട്ടുന്നതോടുകൂടി നമ്മൾ ഫാരഡന്റെ ഫസ്റ്റ് ലോയിൽ പഠിച്ച കാര്യം ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്? മാറ്റം വരുത്താൻ പോവാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ഡിസ്പ്ലേസ്ഡ് കാണാനുള്ള ഇക്വേഷൻ സെഡ് ഐ ടി എന്നല്ലേ? ആ സെഡിന് പകരം ഞാൻ ഇ ബൈ 96500 കൊടുത്താൽ ഇ ഐ ടി ബൈ 96500 കിട്ടും. ഇത് ഗ്രാം ആണ് എന്ന് മറക്കരുത്. അപ്പോ ഡയറക്റ്റ് നമുക്ക് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ്. അതുപോലെ വോളിയം ഓഫ് ഗ്യാസ് ലിബറേറ്റഡ്, വോളിയം ആണ് കാണാൻ പറഞ്ഞെങ്കിൽ ഈ സെഡിന് പകരം എന്തെങ്കിലും കൊടുക്കുക? വെരി സിമ്പിൾ. ഈക്വലം മാസിന് പകരം ഈക്വലന്റ് വോളിയം ആക്കിയാൽ മതി. ഇൻറ്റു ഐ ടി ബൈ 96500 ലിറ്റർ. അപ്പോൾ നിങ്ങൾ W ആണ് കാണുന്നെങ്കിൽ, മാസ് ആണ് കാണുന്നെങ്കിൽ ഈക്വലം മാസ് എടുക്കണം. അതല്ല വോളിയം ആണ് കാണുന്നെങ്കിൽ ഈക്വലം വോളിയം എടുക്കണം. സോ നമുക്ക് ഇക്വേഷൻ ആയി, മാസ് കാണാനുള്ള ഇക്വേഷൻ ആയി, വോളിയം കാണാനുള്ള ഇക്വേഷൻ ആയി. ഇത്രയുമാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ചോദിക്കും. ഇതും ഫാരഡേസ് കോൺസ്റ്റന്റ് ഡെഫിനിഷൻ ആണ്. അതിന്റെ ഡെഫിനിഷന്റെ ബേസിൽ വരുന്ന സംഭവമാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് കാണാൻ പറയും. എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആകുന്നുണ്ട് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കും. വിത്ത് ക്യൂ. നമുക്ക് ക്യൂ ആണ് തരിക. സിമ്പിൾ ആണ്. നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആകും എന്നൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നമുക്ക് ഇക്വേഷൻ പഠിച്ചാൽ മതിയെങ്കിലും ഞാൻ പറയാണ്. ഈ ക്യൂ എന്ന് പറഞ്ഞതേ 96500 കൂളമാണെങ്കിൽ 1 മോൾ ഇലക്ട്രോൺ അല്ലേ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ എത്രയായിരിക്കും? 6.022 ഇൻറ്റു 10⁻23 ആയിരിക്കും. ഇതാണ് 96500 കൂളം കൊടുത്താൽ കണ്ടീഷൻ. അപ്പോൾ ജനറലി ക്യൂ ആണെങ്കിലോ അത് കിട്ടണമെങ്കിൽ ഈ 96500 ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇൻറ്റു ക്യൂ ചെയ്താൽ പോരെ. സോ നമ്പർ ഓഫ്
ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് കാണാൻ പറഞ്ഞാലേ ഇതാ ഈ 96500 ഡിവൈഡ് ചെയ്യാം. ആ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഞാൻ റൗണ്ട് ചെയ്ത് പറയാണ് 6.25 ഇൻറ്റു 10⁻18 ആയിരിക്കും. എന്നിട്ട് ഇൻറ്റു ക്യൂ ചെയ്താൽ മതി. അപ്പൊ എന്താ പറയുക, ക്യൂ ആണിതെങ്കിൽ ഇതാ 96500 ഇങ്ങോട്ട് കൊണ്ടായാൽ എന്തായി, 1 കൂളത്തിന്റെ വാല്യൂ ആയി. ക്യൂ കൂളമാണെങ്കിൽ ഇൻറ്റു ക്യൂ, ഈ ക്യൂ ആണ് IT, ഇത് ചെയ്താൽ മതി. 6.24 എന്നൊക്കെയാണ് ശരിക്കും വരിക, 10⁻18 ഇൻറ്റു ക്യൂ. ഇതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും.